Hello, in this section we are discussing about ocean temperature. Ocean temperature. The temperature of oceanic water is important for marine organisms, including the plants and animals. ഓഷ്യൻ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അതിൽ ജീവിക്കുന്ന മറൈൻ ഓർഗാനിസംസിൻ്റെ പ്രത്യേകിച്ച് ഫൈറ്റോ പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ സൂ പ്ലാന്റേൺസിൻ്റെയും ആനിമൽസിൻ്റെയും നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. സീ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും മാത്രമല്ല, കോസ്റ്റിൻ്റെ ക്ലൈമറ്റിൻ്റെയും ഒരു പരിധി വരെ നമ്മുടെ എർത്തിൻ്റെ എൻറ്റയർ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകമാണ്. സർഫസ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ സബ് സർഫസ് ടെമ്പറേച്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സീ വാട്ടറിൻ്റെ. ഇതിൽ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് തെർമോമീറ്റർ യൂസ് ചെയ്താണ്. അതേസമയം സബ് സർഫസ് ടെമ്പറേച്ചർ, സർഫസിന് തൊട്ട് താഴെയുള്ള സർഫസിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റിവേഴ്സിംഗ് തെർമോമീറ്റേഴ്സും തെർമോഗ്രാഫ്സുമാണ്. സോഴ്സസ് ഓഫ് ഓഷൻ ഹീറ്റ്. ഓഷൻ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റേഡിയേഷൻ ഫ്രം ദ സൺ ആൻഡ് സ്കൈ, പ്രോസസ് ദാറ്റ് ഹീറ്റ് ഓഷൻ വാട്ടർ, പ്രോസസ് ദാറ്റ് കൂൾ ഓഷൻ വാട്ടർ. From the sun and the sky. The shortwave radiation that reaches the sea surface comes partly directly from the sun and partly from the sky as reflected or scattered radiation. ഭൂമിയുടെ പ്രതലത്തിൽ അല്ലെങ്കിൽ സീ സർഫസിൽ എത്തിച്ചേരുന്ന സൂര്യൻ്റെ റേസ് എന്ന് പറയുന്നത് ഷോർട്ട് വേവ് റേഡിയേഷൻ്റെ രൂപത്തിലാണ് എത്തിച്ചേരുന്നത്. ഇനി സീ സർഫസിൽ എത്തിച്ചേരുന്ന റേഡിയേഷൻ രണ്ട് തരത്തിലാണ് എത്തിച്ചേരുന്നത്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് വേവ് റേഡിയേഷൻ്റെ രൂപത്തിലും, രണ്ടാമത്തത് സ്കൈയിൽ നിന്ന് സ്കാറ്റർ ചെയ്തോ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേഡിയേഷൻ്റെ രൂപത്തിലും. The amount of radiation energy which is absorbed per unit volume in the sea depends upon the amount of energy that reaches the sea surface, the reflection from the sea surface, the absorption coefficient for total energy. ഇത്തരത്തിൽ സീയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന റേഡിയേഷൻ എനർജിയെ അബ്സോർബ് ചെയ്യുന്നത്, സീ അബ്സോർബ് ചെയ്യുന്ന എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന്, എത്രത്തോളം എനർജി സീ സർഫസിൽ എത്തിച്ചേരുന്നു, ദ എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് റീച്ചസ് ദ സീ സർഫസ്. ദ റിഫ്ലക്ഷൻ ഫ്രം ദ സീ സർഫസ്, എത്രത്തോളം എനർജി എത്തിച്ചേരുന്ന എനർജിയിൽ നിന്ന് എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ദ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഫോർ ടോട്ടൽ എനർജി, ഇത്തരത്തിൽ എത്തിച്ചേരുന്നതും റിഫ്ലക്റ്റ് ചെയ്ത് പോയതും പോയിട്ടുള്ള എത്ര എനർജിയാണ് ടോട്ടൽ എനർജിയിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. ഈ മൂന്ന് ഘടകങ്ങളെയും ആശ്രയിച്ചായിരിക്കും സീ സർഫസിലുള്ള എമൗണ്ട് ഓഫ് റേഡിയേഷൻ എനർജി എത്രത്തോളമാണ് ഒരു യൂണിറ്റ് വോളിയത്തിൽ അബ്സോർബ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ. The incoming radiation depend mainly upon the altitude of sun, the absorption, the atmosphere and the cloudiness. അതുപോലെ തന്നെ ഇൻകമ്മിങ് ആയിട്ട് വരുന്ന ഈ ഷോർട്ട് വേവ് റേഡിയേഷനെ ആശ്രയിക്കുന്ന മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന് സണ്ണിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, രണ്ടാമത്തത് അറ്റ്മോസ്ഫിയറിലെ അബ്സോർപ്ഷൻ, ഒത്തിരി അബ്സോർപ്ഷൻ ഉണ്ട് അറ്റ്മോസ്ഫിയറിൽ, ഒപ്പം തന്നെ ക്ലൗഡിനെസ്സും. അതിനൊരു ഉദാഹരണം നോക്കാം. ഒരു ക്ലിയർ സ്കൈ അറ്റ്മോസ്ഫിയർ ആണെന്നിരിക്കട്ടെ, സണ്ണിൻ്റെ പൊസിഷൻ ഹൈ സൺ ആണ് എങ്കിൽ 85% റേഡിയേഷൻ വരുന്നത് സണ്ണിൽ നിന്നും 15% റേഡിയേഷൻ വരുന്നത് സ്കൈയിൽ നിന്നുമായിരിക്കും. അതേസമയം ലോ സൺ ആണെങ്കിൽ, അതായത് ഹൊറിസോണിന് മുകളിൽ ഒരു 10 ഡിഗ്രിയൊക്കെയാണ് ആയിട്ടാണ് സൺ കാണപ്പെടുന്നതെങ്കിൽ 40%-ഓളം റേഡിയേഷൻ വരുന്നത് സ്കൈയിൽ നിന്നും, ബാക്കി 60% മാത്രമായിരിക്കും സണ്ണിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത്. പ്രോസസ് ദാറ്റ് ഹീറ്റ് ഓഷൻ വാട്ടർ. ഓഷൻ വാട്ടറിനെ ഹീറ്റ് ആക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ഫ്രം ദ സൺ ആൻഡ് ദ സ്കൈ. സണ്ണിൽ നിന്നും സ്കൈയിൽ നിന്നുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത് വഴി ഓഷൻ വാട്ടർ ചൂടാകുന്നുണ്ട്. കൺവെക്ഷൻ ഓഫ് ഹീറ്റ് ത്രൂ ദ ഓഷൻ ബോട്ടം ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് വരുന്ന കൺവെക്ഷൻ കറൻസ് വഴിയുള്ള ചൂട് കാരണം ഓഷൻ ബോട്ടം ചൂടാകാറുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൈനറ്റിക് എനർജി ടു ഹീറ്റ്. ഓഷൻ വാട്ടറിനകത്തുള്ള കൈനറ്റിക് എനർജി ഹീറ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് വഴി. ഹീറ്റിംഗ് ഡ്യൂ ടു കെമിക്കൽ പ്രോസസ്സസ്. ഒത്തിരി കെമിക്കൽ പ്രോസസ്സസ് ഓഷൻ വാട്ടറിനകത്ത് നടക്കാറുണ്ട്. അത്തരത്തിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സ് വഴിയും ഓഷൻ വാട്ടർ ചൂടാകാറുണ്ട്. കൺവെക്ഷൻ ഓഫ് സെൻസിബിൾ ഹീറ്റ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ.
അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള സെൻസിബിൾ ഹീറ്റിൻ്റെ കൺവെക്ഷൻ പ്രോസസ്സ് വഴി. ദെൻ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ ഒക്കെ നടക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രോസസ്സ് വഴിയും ഓഷൻ വാട്ടർ ഹീറ്റ് ആവാറുണ്ട്. ദെൻ പ്രോസസ് ദാറ്റ് കൂൾ ഓഷൻ വാട്ടർ, ബാക്ക് റേഡിയേഷൻ ഫ്രം ദ സീ സർഫസ്. സീ സർഫസിൽ നിന്നുള്ള ബാക്ക് റേഡിയേഷൻ വഴി ഓഷൻ വാട്ടർ കൂളാകാറുണ്ട്. കൺവെക്ഷൻ ഓഫ് സെൻസിബിൾ ഹീറ്റ് ടു ദ അറ്റ്മോസ്ഫിയർ, ഓഷൻ വാട്ടറിൽ നിന്ന് കൺവെക്ഷൻ പ്രോസസ്സ് വഴി അറ്റ്മോസ്ഫിയറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിയും ഓഷൻ വാട്ടർ കൂളാകാറുണ്ട്. ദെൻ ഇവോപ്പറേഷൻ പ്രോസസ്സ് വഴിയും കൂളാകാറുണ്ട്. Then range of ocean temperature. The ocean and the sea gets heated and cooler slower than the land surface. Therefore, even if the solar insolation is maximum at the noon, the ocean surface temperature is highest at 2 p.m. ഓഷൻ്റെയും അതുപോലെ ലാൻഡ് സർഫസിൻ്റെയും ഹീറ്റിങ്ങും കൂളിങ്ങും എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഓഷനും സീയും എന്ന് പറയുന്നത് ഹീറ്റാവാനും കൂളാവാനും ലാൻഡ് സർഫസിനെക്കാട്ടും സമയമെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ലാൻഡ് സർഫസിൽ സോളാർ ഇൻസുലേഷൻ്റെ ചൂട് മാക്സിമം ആയിട്ട് ലഭിക്കുന്നത് 12 മണിക്കാണെങ്കിൽ ഓഷൻ സർഫസ് ടെമ്പറേച്ചർ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് 2 മണിക്കാണ്. The average diurnal or daily range of temperature is barely 1 degree in ocean and sea. ഒരു ദിവസത്തെ മാക്സിമം റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, അതായത് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം, അതായത് ആവറേജ് ഡയറൂണൽ അല്ലെങ്കിൽ ഡെയിലി റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വ്യത്യാസം മാക്സിമം 1 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. The highest temperature in surface water is attained at 2 p.m. and lowest at 5 a.m. ഓഷൻ സർഫസ് വാട്ടറിലെ ഹയസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത് 2 മണിക്കും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കും, ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത് രാവിലെ 5 മണിക്കുമാണ്. The diurnal range of temperature is highest in ocean if the sky is free of cloud and the atmosphere is calm. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ വളരെ കാം ആണെങ്കിൽ, ക്ലിയർ സ്കൈ കണ്ടീഷനാണ് ഉള്ളതെങ്കിൽ, ക്ലൗഡ്സ് ഒന്നും ഇല്ലാത്ത കണ്ടീഷനാണ് ഉള്ളതെങ്കിൽ ഓഷൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡയറൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. The annual range of temperature is influenced by annual variation of insolation, the nature of ocean currents and the prevailing winds. ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, അതായത് ഒരു വർഷത്തിൽ ലഭിക്കുന്ന മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആനുവൽ വേരിയേഷൻ ഓഫ് ഇൻസുലേഷനും അതുപോലെ തന്നെ ഓഷൻ കറൻസും പ്രിവെയിലിംഗ് വിൻഡ്സിൻ്റെയൊക്കെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. The maximum and minimum temperature in oceans are slightly delayed than those of land areas, the maximum being in August and minimum in February. ലാൻഡിനെക്കാട്ടും വളരെ പതുക്കെയാണ് ചൂടാകുന്നതും കൂളാകുന്നതും എന്ന് പറഞ്ഞ ഓഷൻസ്. അതുകൊണ്ട് തന്നെ ലാൻഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും ഓഷൻസിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓഷനിൽ മാക്സിമം ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത് ഓഗസ്റ്റിലും മിനിമം ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത് ഫെബ്രുവരി മന്തിലുമാണ്. The northern Pacific and northern Atlantic Ocean have a greater range of temperature than their southern parts due to the difference in the force of prevailing winds from land and more extensive ocean currents in the southern part of the ocean. നോർത്ത് പസഫിക്കിലും നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിലും റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സദേൺ പാർട്സിനെക്കാട്ടും, അതായത് സൗത്ത് പസഫിക്കിനെയും സൗത്ത് അറ്റ്ലാന്റിക്കിനെയും അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഈ ഒരു ഡിഫറൻസ് വരാൻ കാരണമെന്ന് പറയുന്നത് ലാൻഡിൽ നിന്നുള്ള പ്രിവെയിലിംഗ് വിൻഡ്സിൻ്റെ ഫോഴ്സും അതുപോലെ സദേൺ പാർട്സിലാണെങ്കിൽ എക്സ്റ്റെൻസീവായിട്ട് ഓഷൻ കറൻസ് കാണപ്പെടുന്നത് കൊണ്ട് ആണ്. Besides annual and diurnal range of temperature, there are periodic fluctuations of sea temperature also. For example, the 11-year sunspot cycle causes a sea temperature to rise after a 11-year gap. Annual range of temperature, diurnal range of temperature, sea temperature periodic fluctuations അനുസരിച്ച് മാറാം. ഒരു ഉദാഹരണം പറയുന്നെങ്കിൽ 11-year sunspot cycle ഉണ്ടായതിനു ശേഷം സീ ടെമ്പറേച്ചർ റൈസ് ചെയ്യണതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് ഓഷൻ ടെമ്പറേച്ചർ.
ഓഷൻ ടെമ്പറേച്ചറിനെ പൊതുവെ രണ്ട് രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനും ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷനും. ഇതിൽ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സർഫസ് വാട്ടർ തൊട്ട് ബോട്ടം വരെയുള്ള ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസവും, ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സർഫസ് വാട്ടറിൽ തന്നെ ഹൊറിസോണ്ടലായിട്ട് എത്രത്തോളം ടെമ്പറേച്ചറിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഓരോ ഓഷൻ, ഇപ്പോൾ അറ്റ്ലാന്റിക് ഓഷനിൽ എത്ര വ്യത്യാസമുണ്ട്, പസഫിക് ഓഷൻ്റെ സർഫസ് വാട്ടറിൽ എത്ര വ്യത്യാസമുണ്ട് എന്നതാണ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ. അതേസമയം വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ മുകൾ തൊട്ട് താഴെ വരെയുള്ള ഒരു ഓൾട്ടിറ്റ്യൂഡ് ബേസ് എടുത്തിട്ട് അതിൽ എത്രത്തോളം ടെമ്പറേച്ചർ വ്യത്യാസമുണ്ടെന്നാണ്. Since the ocean has three-dimensional shape, the depth of ocean besides latitudes is taken into account in the study of temperature distribution. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷന് ഓഷൻ്റെ ഡെപ്ത് മാത്രമല്ല ലാറ്റിറ്റ്യൂഡ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്, ഡെപ്ത് വെച്ചിട്ടാണ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. Factors that affect the distribution of ocean temperature. The main factors that affect the distribution of ocean temperature are latitudes, unequal distribution of land and water, prevailing winds, ocean currents, and the minor factors. Latitudes. The temperature of surface water decreases from equator to poles because the sun's rays become more and more slanting, and thus the amount of insolation decreases poleward accordingly. ഓഷൻ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുന്തോറും, നമ്മൾ ലാറ്റിറ്റ്യൂഡ് വെച്ച് പറയുമ്പോൾ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുന്തോറും സൺറൈസ് സ്ലാൻഡ് ചെയ്താണ് പോകുന്നത്. ഏറ്റവും വെർട്ടിക്കലായിട്ട് വീഴുന്നത് ഇക്വേറ്ററിൻ്റെ ഭാഗങ്ങളിലാണ്. അങ്ങോട്ട് മുകളിലോട്ട് പോകുന്തോറും സ്ലാൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ പോൾസിലോട്ട് പോകുന്തോറും എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ കുറവായിരിക്കും. The temperature of surface water between 40 degree north and 40 degree south is lower than the air temperature, but it becomes higher than the air temperature between 40th latitude and poles in both hemispheres. 40 ഡിഗ്രി നോർത്തിനും 40 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ഓഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ എയർ ടെമ്പറേച്ചറിനെക്കാട്ടും കുറവാണ്. അതേസമയം 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് മുതൽ പോൾസ് വരെയുള്ള ഓഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ എയർ ടെമ്പറേച്ചറിനെക്കാട്ടും കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. Distribution of land and water. The temperature of the ocean water varies in northern and southern hemisphere because of the dominance of land in the former and water in the latter. നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലുള്ള ഓഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. കാരണം എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലാൻഡ് ഏരിയ കൂടുതലും സദേൺ ഹെമിസ്ഫിയറിൽ ഓഷൻ അല്ലെങ്കിൽ വാട്ടർ ഏരിയ ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. The ocean in the northern hemisphere receive more heat due to their contact with large extent of land than their counterparts in the southern hemisphere, and thus the temperature of surface water is comparatively higher in former than the latter. നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, അതായത് ലാൻഡ് ഏരിയ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓഷ്യൻസിന് ഈ ലാൻഡ് ഏരിയയുമായിട്ട് നല്ല രീതിയിൽ കോണ്ടാക്റ്റ് വരുന്നതുകൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചർ സദേൺ ഹെമിസ്ഫിയറിനെക്കാട്ടും വളരെ കൂടുതലായിരിക്കും. The isotherms are not regular and do not follow latitudes in the northern hemisphere because of the existence of both warm and cold land masses, whereas they are regular and follow latitudes in southern hemisphere because of the dominance of water. ഐസോതേംസ്, അതായത് ഒരുപോലെയുള്ള ടെമ്പറേച്ചറുള്ള ഏരിയാസിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനാണ് ഐസോതേംസ് എന്ന് പറയുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോക്കുമ്പോൾ ഐസോതേംസ് എന്ന് പറയുന്നത് റെഗുലറോ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സിനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ പോകുന്നതല്ല. കാരണം എന്ന് പറയുന്നത് വാമും കോൾഡും ലാൻഡ് മാസസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഐസോതേംസ് റെഗുലർ ആയിട്ടല്ല നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണപ്പെടുന്നത്. അതേസമയം ഡോമിനൻസ് ഓഫ് വാട്ടർ സദേൺ ഹെമിസ്ഫിയറിൽ ഉള്ളത് കൊണ്ട് തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ ഐസോതേംസ് എന്ന് പറയുന്നത് റെഗുലറുമാണ്, ലാറ്റിറ്റ്യൂഡ്സിനെ ഫോളോ ചെയ്താണ് അത് പോകുന്നത്. The temperature in the enclosed sea in low latitudes became higher because of the influence of surrounding land area than the ocean. പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ലോ ലാറ്റിറ്റ്യൂഡ്സിൽ തന്നെയുള്ള എൻക്ലോസ്ഡ് സീയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ചുറ്റുമുള്ള പ്രദേശത്തിനെക്കാട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പൺ സീയെക്കാട്ടും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ അറ്റ് ദ സർഫസ് വാട്ടർ ഇൻ ഇക്വേറ്റർ ഈസ് 26.7 degrees Celsius, where it is 37.8 degrees Celsius in the Red Sea and the Persian Gulf.
ഉദാഹരണം പറഞ്ഞെങ്കിൽ ഇക്വേറ്ററിൻ്റെ തൊട്ടടുത്ത് സർഫസ് വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 26.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ കുറച്ചുകൂടെ നോർത്തിൽ കാണപ്പെടുന്ന ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ കാണപ്പെടുന്ന റെഡ് സീയും പേർഷ്യൻ ഗൾഫിലെ ടെമ്പറേച്ചർ ഏതാണ്ട് 37.8 ഡിഗ്രി സെൽഷ്യസും 34.4 ഡിഗ്രി സെൽഷ്യസുമാണ്. അത്രയും കൂടാൻ കാരണം അതൊക്കെ എൻക്ലോസ്ഡ് സീ ആയതുകൊണ്ടാണ്. Prevailing wind. Wind direction largely affects the distribution of temperature of ocean water. Ocean waterന്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് പ്രിവെയിലിംഗ് വിൻഡ്സിന്റെ വിൻഡ് ഡയറക്ഷൻ ആണ്. The wind blowing from land towards the ocean and the sea drive warm surface water away from the coast, resulting into the upwelling of cold bottom water from below. ലാൻഡിൽ നിന്ന് ഓഷനിലോട്ട് അല്ലെങ്കിൽ സീയിലോട്ട് വീശുന്ന വിൻഡ്സ് അതിനെ ഓഫ്ഷോർ വിൻഡ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ലാൻഡിൽ നിന്ന് ഓഫ്ഷോർ വിൻഡ്സ് സീയിലോട്ട് എത്തുന്ന സമയത്ത് സീയുടെ പുറത്തുള്ള വാം സർഫസ് വാട്ടറിനെ കോസ്റ്റിൽ നിന്നും അത് ദൂരെ കൊണ്ടുപോവുകയും അതിൻ്റെ ഫലമായിട്ട് ബോട്ടത്തിൽ കാണപ്പെടുന്ന ഓഷൻ ബോട്ടത്തിൽ കാണപ്പെടുന്ന കോൾഡ് വാട്ടർ മുകളിലോട്ട് അപ്വെൽ ചെയ്ത് വരികയും ചെയ്യും. Thus, the replacement of warm water by cold water introduced longitudinal variation in temperature. ഇത്തരത്തിൽ വാം വാട്ടറിനെ റീപ്ലേസ് ചെയ്ത് കോൾഡ് വാട്ടർ വരുന്നത് കാരണം അവിടെ ടെമ്പറേച്ചറിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേരിയേഷൻ വരുന്നുണ്ട്. അതായത് ഡെപ്തിൻ്റെ ബേസിൽ അതിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട്. Contrary to this, the onshore winds pile up warm water near the coast and thus raises the temperature. ഇനി നേരെ തിരിച്ചുള്ള വിൻഡ്സ് ഓൺഷോർ വിൻഡ്സ്, അതായത് ഓഷനിൽ നിന്നോ സീയിൽ നിന്നോ ലാൻഡിലോട്ട് വീശുന്ന വിൻഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് വാം വാട്ടറിനെ കോസ്റ്റിലോട്ട് എത്തിക്കുകയും അവിടുത്തെ ടെമ്പറേച്ചർ കൂട്ടുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, trade wind cause low temperature in the tropics along the eastern margins of the ocean or the western coastal regions of the continent because they blow from the land towards the ocean. ഓഫ്ഷോർ വിൻഡിൻ്റെ ഒരു ഉദാഹരണം പറയുന്നെങ്കിൽ ട്രേഡ് വിൻഡ്സ് പറയാൻ പറ്റും. ട്രേഡ് വിൻഡ്സ് എന്ന് പറയുന്നത് ട്രോപ്പിക്സിൽ ഈസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ ഓഷനിലും കോണ്ടിനെൻസിൽ വെസ്റ്റേൺ കോസ്റ്റൽ റീജിയൻസിലുമാണ് വീശുന്നത്. ഇത് ആ പ്രദേശത്തെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, കാരണം അത് ലാൻഡിൽ നിന്നും ഓഷനിലോട്ട് വീശുന്നതുകൊണ്ട്. അതേസമയം trade winds raise the temperature in the western margin of the ocean or the eastern coastals of the continent because of their onshore position. അതേസമയം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഈസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സും അതുപോലെ തന്നെ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ഓഷൻസിൽ നിന്നും ട്രേഡ് വിൻഡ്സ് ഓഷനിൽ നിന്ന് ലാൻഡ് ഏരിയയിലോട്ടാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ കൂട്ടുന്നു. Similarly, the eastern margin of the ocean in the middle latitude, that is the western coast of Europe and North America, have relatively high temperature than the western margin of the oceans because of the onshore position of westerlies. മറ്റൊരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്നത് വെസ്റ്റർലീസ് ആണ്. അതായത് മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിലുള്ള വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് യൂറോപ്പും നോർത്ത് അമേരിക്കയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടുതലാണ്. അതേസമയം വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ഓഷ്യൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവാണ്. ഇവിടെ പ്ലേ ചെയ്യുന്നത് വെസ്റ്റർലീസിന്റെ ഓൺഷോർ പൊസിഷൻ കൊണ്ടാണ്. കറൻസ്. പ്രിവെയിലിംഗ് വിൻഡ്സ് പോലെ തന്നെ ഓഷൻ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഓഷൻ കറൻസ് എന്ന് പറയുന്നത്. ഭൂമിയുടെ പ്രതലത്തിൽ കാണുന്ന റിവേഴ്സ് പോലെ ഓഷനകത്ത് കൂടെ പോകുന്ന ഡെഫിനിറ്റ് പാത്തിൽ കൂടെ പോകുന്ന ഒരു ബോഡി ഓഫ് വാട്ടറാണ് കറൻസ് എന്ന് പറയുന്നത്. കറൻസ് വാം കറൻസുമുണ്ട്, കോൾ കറൻസുമുണ്ട്. ആ പേര് പോലെ തന്നെ വാം കറൻസ് പോകുന്ന വഴിയിലുള്ള പ്രദേശത്തെ ടെമ്പറേച്ചർ കൂട്ടുകയും കോൾ കറൻസ് അത് പോകുന്ന പ്രദേശത്തെ ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്യുന്നു. വാം കറൻസിന് ഉദാഹരണം പറഞ്ഞ ഗൾഫ് സ്ട്രീമുണ്ട്. അത് നോർത്ത് അമേരിക്കയുടെയും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ, നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റും യൂറോപ്പിൻ്റെ വെസ്റ്റേൺ കോസ്റ്റിലും ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. മറ്റൊരു കറണ്ടായ കുറേഷ്യോ കറണ്ട്, അത് ഏഷ്യയിലെ ഈസ്റ്റേൺ കോസ്റ്റിൽ നിന്നുള്ള വാം വാട്ടർ അലാസ്ക വരെ എത്തിക്കുകയും അലാസ്കയുടെ ടെമ്പറേച്ചർ കൂട്ടുകയും ചെയ്യുന്നു. ഇനി കോൾഡ് കറണ്ടിന് ഉദാഹരണം വന്നിരുന്ന ലാബ്രഡോർ കറണ്ടാണ്. അത് റൺ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്കയിലാണ്. അവിടുത്തെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. മറ്റൊരു കറണ്ട് എന്ന് പറയുന്നത് കുറൈൽ കൂൾ കറണ്ടാണ്. അത് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് സൈബീരിയയിലെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. വാം കറൻസ് നോർത്തേൺ ഹെമിസ്ഫിയറിലെ ടെമ്പറേച്ചർ സദേൺ ഹെമിസ്ഫിയറിലെ ടെമ്പറേച്ചറിനെ അപേക്ഷിച്ച് വളരെയധികം കൂട്ടുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞു, നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ചൂട് കൂടുതലാണ്. അവിടുത്തെ ഐസോതേംസ് ഒന്നും തന്നെ റെഗുലർ അല്ല, ലാറ്റിറ്റ്യൂഡ് അനുസരിച്ചല്ല ഫോളോ ചെയ്യുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ 5 ഡിഗ്രി സെൽഷ്യസ് ഐസോതേം എന്ന് പറയുന്നത് 70 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയം സദേൺ അറ്റ്ലാന്റിക് ഓഷനിൽ 5 ഡിഗ്രി
സെൽഷ്യസ് ഐസോതെർം എന്ന് പറയുന്നത് 50 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വരെ മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇതിന് മറ്റൊരു ഘടകം എന്ന് പറയുന്നത് സദേൺ അറ്റ്ലാന്റിക് ഓഷ്യനിൽ കാണപ്പെടുന്ന വാം ബ്രസീൽ കറണ്ടും കൂടെയാണ്. Minor factors include the location of submarine ridges, local weather conditions like storms, cyclones, hurricanes, fog, cloudiness, evaporation, condensation, and location and shape of the sea. കുറച്ച് മൈനർ ഫാക്ടേഴ്സ് ഉണ്ട്. ലോക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് അതും ഓഷൻ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ സീ ടെമ്പറേച്ചറിനെ ബാധിക്കാറുണ്ട്. ഇപ്പോൾ സബ്മറൈൻ റിജൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഒരു സ്ഥലത്തിൻ്റെ ഒരു സീയുടെ ലൊക്കേഷനും ഷേപ്പും അനുസരിച്ച് അവിടുത്തെ ടെമ്പറേച്ചറിന് വ്യത്യാസം വരാം. ഇപ്പോൾ ലോക്കൽ വെതർ കണ്ടീഷൻസ് ആയിട്ടുള്ള സൈക്ലോൺസോ ഹറിക്കെയിൻസോ ഇവോപ്പറേഷനോ ക്ലൗഡിനസോ ഫോഗോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചും അവിടുത്തെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇത്രയുമാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ടെമ്പറേച്ചർ ഓഫ് ഓഷൻ വാട്ടർ.